തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. മഅദനിയെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. അത് പിടിച്ചു കൊടുത്തവർ, പിടിക്കാൻ കൂട്ടുനിന്നവർ ഒക്കെ ഇപ്പൊ മഅദനിക്ക് വേണ്ടി കരയുന്ന ജോലിയിലാണിപ്പോ. കൈലേസുകൾ തീർന്നുപോയിരിക്കുന്നത് മഅദനിക്ക് വേണ്ടിയുള്ള കണ്ണീര് കൊണ്ട് തുടച്ചിട്ട് കൈലേസുകൾ തീർന്നുപോയി. അത്രക്കാണിപ്പോ. മാർക്സിസ്റ്റുകാർ കരയുന്നു, അതുപോലെ മതസംഘടനകൾ മുഴുവൻ കരയുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കരയുന്നു. എന്താ? ഞങ്ങൾ മഅദനിയുടെ കേസ് ഏറ്റെടുത്തു. ഞാൻ പറയുന്നു, ഞങ്ങൾ മഅദനിയുടെ കേസ് ഏറ്റെടുത്തു. NDF ഏറ്റെടുത്തു കേസ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? വാസുവേട്ടനെ ഞങ്ങൾ വിളിച്ചു. വാസുവേട്ട വരണം എന്ന് പറഞ്ഞു വിളിച്ചു. മുകുന്ദൻ സീമേനോനെ ഞങ്ങൾ വിളിച്ചു. എന്നിട്ട് പെരിന്തൽമണ്ണയിൽ ഒരു ലോഡ്ജിൽ ഞങ്ങൾ യോഗം ചേർന്നു. ഒരൊറ്റ മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. ഇന്ന് ഈ കരയുന്ന ഒരൊറ്റനെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. എന്നിട്ട് ആ കേസ് ഞങ്ങൾ നടത്തി. ഇത്രയും വരെ എത്തി. വിചാരണ കഴിഞ്ഞു. ഇനി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. കേസ് നടത്തിയത് മഅദനി നിയമസഹായ സമിതിയാണ്. മഅദനിക്കും മറ്റ് എട്ട് കേരളത്തിൽ നിന്ന് പോയ ആളുകൾക്കും, അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. ഞങ്ങൾ കേസ് ഏറ്റെടുത്ത് നടത്തി. ഇതാണോ ഞങ്ങൾ മുസ്ലിം സമുദായത്തോട് ചെയ്ത തെറ്റ്? ഇതിനാണോ നിങ്ങൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് NDF-കാരെ കല്ലെറിയുന്നത്? ഇതൊരു തിരൂരോ NDF-മായി ബന്ധപ്പെടുത്തുന്ന പ്രശ്നമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവന്റെയും മരണത്തിന്റെയും